ബീഹാറിൽ BJP സഖ്യം വിജയിച്ചു. അതിനുശേഷം ഇന്ത്യ മുന്നണിയിൽ വലിയ രീതിയിൽ തർക്കങ്ങളുണ്ടായി. ഇപ്പോൾ ആ തർക്കങ്ങൾ എത്തി നിൽക്കുന്നത് ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിലാണ്. മകനും മക്കളും തമ്മിലുള്ള വലിയ പോരാട്ടത്തിലേക്ക് മാറിയിട്ടുണ്ടല്ലോ. ഈ വനിതാ സ്ത്രീകൾ മുഴുവൻ, മക്കൾ മുഴുവൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയാണല്ലോ. തീർച്ചയായിട്ടും RJD എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, അതൊരു കുടുംബ പാർട്ടിയാണ്. അവിടെ ബാക്കിയുള്ളവർ ജോലിക്കാരായിട്ടൊക്കെ നിൽക്കുന്നെന്ന് മാത്രം കണക്കാക്കിക്കൊണ്ടാൽ മതി. അവിടുത്തെ സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, ജില്ലാ ഭാരവാഹി എന്നൊക്കെ പറയുന്നത് അവിടുത്തെ ഈ പരിവാറിൻ്റെ ജോലിക്കാരാണ്. ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയും മക്കളും അതിനകത്ത് എല്ലാ മക്കളെയും കൂട്ടുന്നില്ല. ലാലു പ്രസാദിൻ്റെ പ്രധാന ജോലി സംസ്ഥാനത്ത് എങ്ങനെയും ഭരണം പിടിക്കുക, പിന്നെ വീട്ടിൽ നിരന്തരം പ്രസവം നടത്തുക. ഇത് 2 ജോലികളാണ് ലാലു പ്രസാദ് ചെയ്തുകൊണ്ടിരുന്നത്. 9 മക്കളെ സൃഷ്ടിച്ചു. അതുപോലെ തന്നെ 2005 വരെ അദ്ദേഹം 90കൾ മുതൽ തുടങ്ങിയ ആ ഒരു ബലം നിലനിർത്തിക്കൊണ്ട് ഏതാണ്ട് 2005 വരെ സംസ്ഥാനത്തിൻ്റെ ഏകഛത്രാധിപതിയായിട്ട് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ആണ് BJPയും ഒക്കെ വന്ന്, ജനതാദളും ഒക്കെ വന്ന് ഇവരുടെ കൂടെ ചേർന്ന് മുന്നണി ഉണ്ടാക്കി ഭരണമൊക്കെ വന്നത്. അപ്പോൾ ഈ കുടുംബത്തിന് ഒരു അപ്രമാദിത്വം കിട്ടിയിരുന്നു. മക്കളെല്ലാം ഈ ഭരണത്തിൻ്റെ ആനുകൂല്യം അന്വേഷിച്ച് നടക്കുകയാണ്. ഈ മക്കളെ സൃഷ്ടിച്ചെന്നല്ലാതെ അദ്ദേഹം പിള്ളേർക്ക് വിദ്യാഭ്യാസം ഒന്നും കൊടുത്തില്ല. അങ്ങനെ ഒരു ഗുണം ചെയ്തിട്ടുണ്ട്. തേജസ് തന്നെ 9ാം ക്ലാസ്സാണ്, അറിയാമല്ലോ. 9ാം ക്ലാസ് എത്ര വർഷം കൊണ്ട് 9ാം ക്ലാസ് ആയി എന്ന് ലാലുവിന് തന്നെ നിശ്ചയമില്ല. അങ്ങനെയാണ് ഇവൻ മടുത്ത അവസാനം ഈ തേജസ്വി പിന്നെ ഈ പഠിത്തം മടുത്താണ് ക്രിക്കറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. അപ്പം അന്നും തേജസ്വി പറഞ്ഞു, നീ ക്രിക്കറ്റിലൊന്നും പോയാൽ നിനക്ക് ഒന്നും രക്ഷപ്പെടാൻ നോക്കില്ല, നിനക്ക് ഇതിൻ്റെ ഒന്നും ABCD അറിയില്ല, രാഷ്ട്രീയത്തിലാണെങ്കിൽ ഇതൊന്നും വേണ്ട, നീങ്ങി പോരെ, ഞാൻ നിന്നെ മുഖ്യമന്ത്രിയാക്കാം എന്ന് പറഞ്ഞതാണ്. കേൾക്കാതെ കുറേ നാൾ നിന്ന് അവസാനം ക്രിക്കറ്റിൽ പോയി തോറ്റ് കഴിഞ്ഞ് നേരെ വന്നതാണ് രാഷ്ട്രീയത്തിൽ. പക്ഷേ അച്ഛൻ്റെ കസേര കൊടുത്തപ്പോൾ മോനത് ഷൈൻ ചെയ്തു. കാരണം അവിടെ MY തിയറി എന്ന് നല്ലപോലെ വർക്ക് ചെയ്യായിരുന്നു, മുസ്ലിം യാദവ്. അതുകൊണ്ട് കയറി പോകാൻ പറ്റി. ഭാഗ്യത്തിന് നിതീഷ് കുമാർ BJP ആയിട്ട് പിണങ്ങുകയും കൂടി ചെയ്തപ്പോൾ ഇവർ 2 കൂടി ചേർന്ന് നല്ല രീതിയിൽ ഭരണം കൊണ്ടുപോകാനും മുന്നണി ഉണ്ടാക്കാനും ഒക്കെ കഴിഞ്ഞു. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയത്. എന്തായാലും ഈ ഗതികെട്ട കാലത്തെല്ലാം പിന്നെ കാലം കഴിഞ്ഞ് നല്ലൊരു കാലത്തേക്ക് വന്നപ്പോൾ കുടുംബം ശിഥിലമായി. അതിൽ ഏറ്റവും പ്രധാനം തേജ് പ്രതാപ് യാദവ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണ്. ഇത് തേജസ്വി ഇളയാളാണ്, തേജ് പ്രതാപ് മൂത്തയാളാണ്. ഈ മൂത്തയാളിനെ പണ്ടേ ഇദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. ഇവന് യാതൊരു വിവരവും ഇല്ല, ഇവനെ കൊണ്ട് കൊള്ളില്ല എന്നായിരുന്നു ലാലുവിൻ്റെ അന്നേയുള്ള അഭിപ്രായവും. അപ്പോൾ വീട്ടിൽ തന്നെ ഒരു പുച്ഛം ആയിരുന്നു ഇയാളെക്കുറിച്ച്. പിന്നെ ഇയാൾ ഇഷ്ടമുള്ള പെണ്ണിനെ കെട്ടും, അങ്ങനെയൊക്കെയുള്ള ലാലുവിൻ്റെ തെറ്റൂരത്തിലൊന്നും നിൽക്കിയില്ല. ലാലു പറയുന്ന പെണ്ണിനെയൊന്നും കെട്ടാൻ പുള്ളിക്ക് താല്പര്യമില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് ലാലുവിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഏതാണ്ട് വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയതാണ്. ഈ അടുത്ത കാലത്തും അത് തന്നെയാണ് നടന്നത്. സ്വന്തമായി മത്സരിച്ചു. ഇപ്പോൾ സ്വന്തമായിട്ട് ജനശക്തി ജനതാദൾ എന്ന് പറഞ്ഞ പാർട്ടിയും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പോരിനിറങ്ങി തന്നെ നിൽക്കുകയാണ്. എന്തായാലും സ്വന്തമായിട്ട് മത്സരിച്ച് തോറ്റുപോയി. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം BJPയുമായി ചേർന്നുകൊണ്ട് ഈ RJDയെ ഒന്ന് പൊളിക്കണം. അവിടുത്തെ MLAമാരെ പറ്റുമെങ്കിൽ കുറച്ച് പേരെ പിടിക്കണം. അങ്ങനെ കുറച്ച് പേരെ പിടിച്ച് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ BJPയുടെ സപ്പോർട്ടോടുകൂടി അവിടെ ഒരു ഭരണം കിട്ടുമോ എന്നുള്ളൊരു, അദ്ദേഹത്തെ ഈ RJD നേതാക്കൾ ഒരു കോമാളിയെ പോലെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതെ, മറിച്ച് ഈ പെൺമക്കളുണ്ടല്ലോ, കാരണം പെൺമക്കളിൽ 2022 കരൾ നൽകിയല്ലേ, ആ ഒരു വനിത പോലും ഇപ്പോൾ ലാലു പ്രസാദ് യാദവിനെതിരെ, തേജസ്വി യാദവിനെതിരെ രംഗത്ത് വന്നു. അത് ജനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കും. രോഹിണി ആചാര്യ ഒരു വേറൊരു റാബറിയാണെന്നാണ് പറഞ്ഞത്. കാരണം റാബറിക്ക് പോലും ശരിക്ക് ഭരണവും കാര്യങ്ങളൊന്നും അറിയില്ല. ഇദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നപ്പോൾ, ലാലു പ്രസാദിന് ജയിലിൽ പോകേണ്ടി വന്നപ്പം സബ്ജി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന റാബറി എടുത്ത് ഈ സബ്ജിയൊക്കെ അവിടെ ഉണ്ടാക്കി നിർത്തിയിട്ട് നേരെ അവിടെ പാറ്റ്നയിൽ വന്ന് മുഖ്യമന്ത്രിയാവാൻ പറഞ്ഞു. അയ്യോ, എനിക്കിതൊന്നും അറിഞ്ഞുകൂടെ, എനിക്ക് ഈ കഷ്ണം അത് അത്രയും പോലും പാടില്ല, ഇവിടെ കയറി ഇരുന്നാൽ മതി എന്നാണ് ലാലു പറഞ്ഞത്. ബാക്കി ഞാൻ നോക്കിക്കോളാം, ഈ കഷ്ണം ഉണ്ടാക്കുന്ന അത്രയും പാട് പോലും ഇല്ല, ഈ സബ്ജി ഉണ്ടാക്കുന്ന പാട് പോലും ഇല്ല ഇവിടെ ഭരിക്കാനായിട്ട്. ഒന്നും ചെയ്യണ്ട, കസേര കയറി ഇരുന്നേച്ചാൽ മതി, ബാക്കി ഇവിടെ കുറേ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഭരിച്ചോളൂ. ഇത് തന്നെയാണ് ബീഹാറിൽ നടന്നുകൊണ്ടിരുന്നത്. ഇതുകൊണ്ടാണ് ബീഹാറിൽ ഇപ്പോൾ BJPയും പിന്നെ JDUവും കൂടെ തൂത്തുവാരിയത്. കാരണം അവിടെ ഭരണമില്ലായിരുന്നു.
ഈ നിതീഷ് ബാബുവാണ് അവിടെ എന്തെങ്കിലും ഭരണമുണ്ടെന്ന് തെളിയിച്ചത്. അദ്ദേഹമാണ് റോഡുണ്ടാക്കിയത്, വൈദ്യുതി ഉണ്ടാക്കിയത്, ആളുകാർക്ക് സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തി കൊടുത്തത്, സ്ത്രീകൾക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്തത്, കുട്ടിയൊക്കെ പഠിക്കാനായിട്ട് മണ്ണെണ്ണ വിളക്കിൽ നിന്ന് മാറി ലൈറ്റ് ഉണ്ടാക്കി കൊടുത്തത്, ഗ്യാസ്. അല്ല, ഈ തമ്മിലടി എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഉണ്ടായി കാണുമല്ലോ ആ കുടുംബത്തിൽ. അന്നേ പ്രശ്നമാണ്. പിന്നെ അത് ലാലു കണ്ണുരുട്ടിയൊക്കെ വിളിച്ച് നിരത്തിയിരുന്നു. കാരണം ഈ ഗതികേട് തെരഞ്ഞെടുപ്പ് വരെ എല്ലാവരും ഒന്നിച്ചു പോയി ഞാൻ എല്ലാം ശരിയാക്കാൻ സെറ്റിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം പിക്ചറേ മാറി. ഇനിയിപ്പം അടുത്ത കാലത്തെങ്ങും തിരിച്ചു വരുമെന്നുള്ള ലക്ഷണം ഇല്ല. BJP ഇനി അടുത്ത ഇലക്ഷനിൽ ഇതിനേക്കാൾ പിടിമുറുക്കും. ഈ ഒരു തവണയും കൂടെ നിതീഷ് ബാബുവിനെ അവർ കൊണ്ടു നടക്കും. അടുത്ത് കഴിയുമ്പോൾ 80 കഴിയും നിതീഷ് ബാബുവിന് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ. അപ്പോൾ നിതീഷിനെ അവർ പതുക്കെ ഒതുക്കും. എന്നിട്ട് ഈ JDUവിനെ ഇതിനകത്ത് ഒരു ചെറിയ ഘടകകക്ഷിയായിട്ട് ഇപ്പം LJP നിൽക്കുന്ന പോലത്തെ ഒരു ചെറിയ ഘടകകക്ഷിയാക്കി നിർത്തി ബാക്കി സീറ്റുകളിലൊക്കെ അവർ മത്സരിച്ച് മുന്നോട്ട് പോകാനുള്ള പരിപാടി അവർ ചെയ്യും. അപ്പം തന്നെ 2 മുഖ്യമന്ത്രിമാർ അവരെടുക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. LJPക്ക് പോലും മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കില്ലെന്നാണ്. ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കില്ല. സമ്രാട്ടും ഒക്കെ ആയിരിക്കും മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും വരുന്നത്. ഇത്തവണ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അടുത്ത ഒരു മുഖ്യമന്ത്രി സ്ഥാനം യാദവിന് കൊടുക്കുന്നു. കാരണം യാദവിൻ്റെ വോട്ട് പിളർന്ന് ആണ് ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കിയത്. ഈ പാർട്ടിയുടെ നിലനിൽപ്പ് എന്തായിരിക്കും? നാം ഉത്തർപ്രദേശിൽ കണ്ടതാണ്. ഇങ്ങനെ ഭരണത്തിൽ നിന്നും പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നും പുറത്തായ RSPയുടെ BSPയുടെ സ്ഥാനം എവിടെയാണ്? അത്തരത്തിലൊരു പിന്നോട്ട് പോക്കുണ്ടാകുന്നു. അല്ല, അതുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? BSPക്ക് എന്താ പിന്നോട്ട് പോകേണ്ടി വന്നത്? മായാവതി എന്ന് പറഞ്ഞാൽ ഒറ്റയാൾ പട്ടാളമായിരുന്നു. ഇത് തന്നെയാണ് ഇവിടെ ബീഹാറിലും സംഭവിച്ചിരിക്കുന്നത്. ലാലു എന്ന് പറഞ്ഞാൽ ഒറ്റയാൾ പട്ടാളത്തിൽ പോയി, ലാലു ജയിലിൽ പോയപ്പോൾ ഭാര്യയെ പിടിച്ചിരുത്തി, ഭാര്യയെ തോപ്പിച്ച് ഭാര്യയെ കുഴപ്പമായപ്പോൾ മോനെ പിടിച്ചിരുത്തി. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു പാർട്ടിക്ക് വളരാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് AAP ബുദ്ധിമുട്ടിയത്? അഖിലേഷ് യാദവ് ഒറ്റ നേതാവിൽ നിൽക്കുകയാണ്. ഒറ്റ നേതാവിൽ ഒരു SPക്ക് വളരാൻ കഴിയുന്നുണ്ടല്ലോ അഖിലേഷ് യാദവ്. അഖിലേഷ് യാദവിന് വളരാൻ കഴിഞ്ഞത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അവിടുത്തെ യാദവ വംശത്തിൻ്റെ വലിയൊരു പിന്തുണയുണ്ട്. അവിടെ ഇതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ പിന്തുണയുണ്ട്. അതിനു പുറമെ പിന്നോക്കക്കാരിലൊരു വിഭാഗത്തിനെ പുള്ളി കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ബേസ് വെച്ചിട്ടാണ് നീങ്ങുന്നത്. പക്ഷെ ആ ബേസ് ഇപ്പം തകർന്നുകൊണ്ടിരിക്കുകയാണ്. BJP ആ ഭാഗത്തേക്കെല്ലാം കടന്നു കയറി കഴിഞ്ഞു. ഏതാണ്ട് മുസ്ലിം ഒഴിച്ച്, മുസ്ലിമിൽ തന്നെ ഈ ഒരു വിഭാഗത്തിന്, ഈ വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള കുറേ മുസ്ലിം വിഭാഗങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ ഇപ്പം BJP പതൊക്കെ കൂട്ടിയിരിക്കുകയാണ്. പസ്മന്ത പോലുള്ള വിഭാഗങ്ങളുണ്ടല്ലോ, അവരെയൊക്കെ മുസ്ലിങ്ങളെ ഇപ്പം BJP കയ്യിലെടുത്തിരിക്കുകയാണ്. ബീഹാറിലും അത് തന്നെ സംബന്ധിച്ച് അവിടെ നിതീഷ് ആ മുസ്ലിം വിഭാഗത്തിന് മുഴുവൻ കയ്യിലെടുത്തു. അതുപോലെ ഇപ്പോൾ UPയിലും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി മുലായം സിംഗിൻ്റെ കാലത്ത് നിന്നതുപോലെ അഖിലേഷ് നിൽക്കാൻ കഴിയുമെന്ന് സംശയമുണ്ട്. അതിനാണ് അഖിലേഷ് അവിടെ വേറെ മുദ്രാവാക്യങ്ങൾ ഓരോന്ന് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അവർ തീർച്ചയായിട്ടും ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയിട്ട് ചേർന്നുകൊണ്ട് പോകാൻ തന്നെ അവർ മടിക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയമുണ്ട്. ഈ RJDയും കോൺഗ്രസും തകരുകയാണെങ്കിൽ LJP JDU അങ്ങനെ ഒരു, അല്ലെങ്കിൽ BJP ഒറ്റയ്ക്ക് അങ്ങനെ ഒരു പുതിയ രാഷ്ട്രീയം അവിടെ ബീഹാറിൽ. അല്ല, ബീഹാറിൽ ശക്തമായ രാഷ്ട്രീയം നിൽക്കില്ലേ BJPയും? അല്ല, അതാണ്. പക്ഷേ ഈ പ്രതിപക്ഷ സ്ഥാനത്തിന്റെ സ്പേസ് അവിടെ രൂപപ്പെടുമല്ലോ. ആ സ്പേസ് ഇല്ലാതാവുകയാണ് ഇപ്പോൾ. ആ സ്പേസിൽ RJD വളരെ ശുഷ്കമായിട്ട് നിൽക്കേണ്ടി വരും. അല്ല, കോൺഗ്രസിലേക്ക് LJP വളരുമോ? LJP ഇവരുടെ കൂടെയല്ലേ നിൽക്കുന്നത്? അല്ല, ഞാൻ ചോദിച്ചപ്പോൾ അതിന് അങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഇല്ല. കാരണം ചിരാഗ് പാസ്വാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ മുഖ്യമന്ത്രിയാവുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കർട്ടന് മുമ്പിൽ നിന്ന് പറയേണ്ട കാര്യങ്ങളെ കർട്ടന് മുമ്പിൽ നിന്ന് പറയുള്ളൂ. കർട്ടന് പിറകിൽ നിന്ന് പറയേണ്ട കാര്യങ്ങൾ കർട്ടന് പിറകിൽ എനിക്കൊരു നേതാവുണ്ട്. ആരാന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് നരേന്ദ്രമോദിയാണ്. അദ്ദേഹം വളരെ ജസ്റ്റായിട്ടും നീറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം. അദ്ദേഹത്തിനെയാണ് എനിക്ക് വിശ്വാസം. പണ്ടേ അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വന്നത്. അദ്ദേഹം ശ്രീരാമനാണ്, ഞാൻ ഹനുമാനാണെന്ന് പറഞ്ഞിട്ടാണ് JDUവിനെ പൊട്ടിക്കാനായിട്ട് കഴിഞ്ഞ തവണ ഇലക്ഷനിൽ നിന്നത്. ഇപ്പം അത് മാറി എല്ലാവരും ഒന്നിച്ച് നിന്ന് കളിക്കുകയാണ്. 19 സീറ്റ് മാന്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. വലിയൊരു പാർട്ടി തന്നെയാണ് ഇപ്പം. അപ്പോൾ ഏതാണ്ട് RJDയുടെ അടുത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയായി അവർ നിൽക്കുകയാണ്. പ്രതിപക്ഷത്തേക്കൊന്നും പോകില്ല. പ്രതിപക്ഷത്തേക്ക് പോയാൽ ഭാവിയില്ല. കാരണം ഇപ്പോൾ ഭരണത്തിനെ ആസ്പദമാക്കിയാണ് ജനങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് വേറൊരു സത്യം. ഭരണമില്ലെങ്കിൽ ആ പാർട്ടിക്ക് വലിയ ബുദ്ധിമുട്ടാണ് നിൽക്കാൻ. അല്ലെങ്കിൽ BJP പോലെ ബേസ് വേണം.
അല്ലെങ്കിൽ CPM പോലെ ബേസ് വേണം. CPMന് കേരളത്തിൽ കുറച്ച് ബേസ് ഉണ്ട്. ആ ബേസ് വെച്ചിട്ട് അവർ പ്രതിപക്ഷത്തായാലും അവർ നിൽക്കും. അവർക്ക് വ്യക്തമായ വോട്ടുണ്ട്, കുറേ ബേസ് ഉണ്ട്, ആളുണ്ട്. ആ ആളിനെ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ അവർക്ക് വേണ്ട ചില ഗുണങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ അവർക്കറിയാം. സമരം ചെയ്തോ എങ്ങനെയെങ്കിലുമൊക്കെ അവരുടെ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിച്ച് നിർത്താൻ അവർക്കറിയാം. അതുകൊണ്ട് ആ ബേസ് നിൽക്കും. ഈ ബേസ് പലപ്പോഴും SP-ക്ക് കിട്ടാറില്ല, RJDക്ക് കിട്ടാറില്ല. അതാണ് പ്രശ്നം വരുന്നത്. പക്ഷെ RJD പക്ഷേ കഴിഞ്ഞ ഇലക്ഷൻ വരെ അവർ താഴെത്തട്ടിലൊക്കെ വളരെ ശക്തമായ കോൺഗ്രസിന്റെ പരാജയം കൊണ്ടല്ലേ. കോൺഗ്രസ് എടുത്ത നിലപാടാണ് ഈ യാദവിനെ BJP-യോട് കൂടി ചേർത്തത്. കാരണം ഈ SIR പറഞ്ഞു വന്നില്ലേ, അതിനു മുമ്പ് വോട്ട് ചോരി നടത്തിയില്ലേ, അന്നേരം മുതൽ തുടങ്ങിയതാണ് ഈ യാദവുകാരുടെ ഇടയിൽ ഒരു അസംതൃപ്തി. അതായത് മുസ്ലിങ്ങൾക്ക് അപ്രമാദിത്വം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് തേജസ്വി ഇത്തവണ ഉപമുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചപ്പം കോൺഗ്രസിൻ്റെ താല്പര്യം വെച്ചിട്ട് ഒരു മുസ്ലിം ഉപമുഖ്യമന്ത്രിയെ കൂടെ പ്രഖ്യാപിക്കാതിരുന്നത് കൊണ്ടാണ്. മുകേഷ് സാഹ്നിയെ പ്രഖ്യാപിച്ചപ്പോൾ ഒരു ഉപമുഖ്യമന്ത്രിയും കൂടെ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞതാണ് കോൺഗ്രസ്. അത് മുസ്ലിം ആയിരിക്കണമെന്നും അവർ പറഞ്ഞതാണ്. പക്ഷെ അത് ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഉള്ള യാദവർ ഇപ്പം തന്നെ അസംതൃപ്തരാണ്. കാരണം ഈ വോട്ട് ചോരി എല്ലാം കൊണ്ടുവന്ന് ഈ ആവശ്യമില്ലാത്ത ആളെ നുഴഞ്ഞു കയറ്റക്കാരെല്ലാം നിങ്ങൾ വോട്ടേഴ്സ് കയറ്റാനാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ് BJP വലിയ പ്രചരണം നടത്തി. അതുകൊണ്ട് തൻ്റെ ജോലി, തൻ്റെ ചാപ്പാട് ഇതൊക്കെയാണ് നിൽക്കാൻ പോണത്. അതുകൊണ്ട് യാദവന്മാരെ, മറ്റ് വിഭാഗക്കാരെ, SC/ST വിഭാഗക്കാരെ എല്ലാവരെയും അവർ വാൺ ചെയ്തു. OBC-ക്കാരെയൊക്കെ വാൺ ചെയ്തു. മുസ്ലിങ്ങൾക്ക് അപ്രമാദിത്വം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുസ്ലിം വെച്ചാൽ ഇവിടുത്തെ മുസ്ലിം പോലല്ല, അതാണ് അവർ പറയുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി വന്ന മുസ്ലിമാണ്, അവർക്ക് എന്തിന് അക്കോമഡേഷൻ കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. ആ ചോദ്യം ഇവിടെ യാദവന്മാരുടെ ഇടയിൽ ഏറ്റതുകൊണ്ടാണ് യാദവരുടെ ഒരു വലിയ വിഭാഗത്തിൻ്റെ വോട്ട് BJP-യിലേക്ക് പോയത്. അതുകൊണ്ട് ഇത്തവണ ഒരു യാദവനെ കൂടെ അവർ സമ്രാട്ട് ചക്രവർത്തിക്കൊപ്പം ഉപമുഖ്യമന്ത്രിയായിട്ട് അവരോധിച്ചേക്കാം. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അത് വ്യക്തമാകും. വരുന്നതില്ല, ഏതാനും മണിക്കൂറുകൾക്ക് അന്നേരം ചിലപ്പോൾ അത് വ്യക്തമാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.